പാകിസ്ഥാൻ അതിർത്തിയിൽ വ്യോമാഭ്യാസങ്ങൾക്ക് തയ്യാറെടുത്ത് ഇന്ത്യ. നാളെയും മറ്റന്നാളും രാജസ്ഥാനിൽ തെക്കു പടിഞ്ഞാറൻ വ്യോമ കമാൻഡിനാണ് വ്യോമാഭ്യാസങ്ങൾ നടത്തുക. രാത്രി 9:30 അഭ്യാസങ്ങൾ ആരംഭിച്ച് 5.5 മണിക്കൂറോളം നീളുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം LOCയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുകയാണ്. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മനു, പാകിസ്ഥാന് ഇന്ത്യ ഏത് നിമിഷവും തിരിച്ചടി നൽകും എന്ന നിലയാണ് ഇപ്പോഴുള്ളതെന്ന് കരുതുന്നു. നാളെ മോക്ക് ഡ്രിൽ നടക്കാനിരിക്കുകയാണ്. 259 ജില്ലകളിൽ പ്രധാനമായും അതിർത്തി സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത്. അപ്പോൾ തന്നെ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനങ്ങളും നടക്കുന്നു. നാളത്തെ ദിവസം എത്രമാത്രം നിർണായകമാണ്? രേണുക, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം നാളെ വലിയൊരു ശക്തി പ്രകടനം നടത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ 2 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ വ്യോമ അഭ്യാസം ഇന്ത്യയുടെ വ്യോമാഭ്യാസ രംഗത്തുള്ള കരുത്താണ് പ്രകടമാക്കാൻ പോകുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ, അതുപോലെ സുക്കോയ് Su-30 MKI വിമാനങ്ങൾ, അതുപോലെ MiG-29, മിറാജ് 2000, തേജസ് വിമാനങ്ങൾ ഒക്കെ, അതുപോലെ ഇന്ത്യയുടെ എയർബോൺ വാർണിംഗ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെയൊക്കെ അഭ്യാസം നാളെ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് പ്രധാനമായും ഈ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമയം രാജസ്ഥാനിലാണ് ഇതിൻ്റെ പരീക്ഷണം ഉണ്ടാകുക, അല്ലെങ്കിൽ സൈനിക അഭ്യാസം ഉണ്ടാകുക. ഈ ഘട്ടങ്ങളിൽ മറ്റ് വിമാനങ്ങൾ ആ മേഖലയിൽ പറക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത്തരം കൂടുതൽ സൈനിക അഭ്യാസങ്ങൾ വ്യോമസേനയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒപ്പം നാവികസേനയും സമാനമായ രീതിയിൽ നേരത്തെ ചില അഭ്യാസങ്ങൾ നാവികസേനയുടെ അഭ്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതും ഇനി വരും ദിവസങ്ങളിൽ സജ്ജമാകും എന്നാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് രാജ്യം അണ്ടർ വാട്ടർ നേവൽ മൈൻ സംവിധാനം നാവികസേന പരീക്ഷിച്ചു. മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈനുകളുടെ ക്ഷമതയാണ് ഇന്ത്യ ഇന്ന് പരിശോധിക്കുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും വലിയ തയ്യാറെടുപ്പുകൾ രാജ്യം നടത്തുന്നു. ഒപ്പം ഈ മോക്ക് ഡ്രില്ലുകൾ, പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഏതു തരത്തിലായിരിക്കണം എന്നൊക്കെ പരീക്ഷിക്കുന്ന ഈ മോക്ക് ഡ്രില്ലുകൾ ഇന്ന് പലയിടങ്ങളിലും നടന്നു. നാളെ 259 കേന്ദ്രങ്ങളിൽ സമാനമായ രീതിയിൽ ഡ്രിൽ നടക്കും. 244 സിവിൽ ഡിഫൻസ് കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ പരിശീലനങ്ങൾ ഉണ്ടാകും. അങ്ങനെ സജീവമായ ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യൂണിയൻ ഹോം സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്ന സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. ഈ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം എത്തരത്തിലാണ് എന്നതിനെ സംബന്ധിച്ച് തുടർച്ചയായ ചർച്ചകൾ നടക്കുന്നു. വളരെ അസന്നിഗ്ധമായി തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിന് ഈ തീവ്രവാദികൾക്ക് തക്കതായ മറുപടി കൊടുക്കും എന്ന കാര്യം ഇന്ത്യ ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഏതായാലും രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ നാളെ ഒരു മോക്ക് ഡ്രിൽ ഇത്തരത്തിൽ ഒരു തീർച്ചയായും മോക്ക് ഡ്രിൽ നടക്കാൻ പോവുകയാണ്. മനു, 1971 ഇതിനു മുൻപ് മോക്ക് ഡ്രിൽ നടന്നിട്ടുള്ളത്. ഇന്നലെ ഏതാണ്ട് ഇതേ സമയമാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരികയും മനു തന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. ഇന്നിപ്പോൾ പലയിടങ്ങളിലും രാജ്യത്ത് ഇതിനോടകം തന്നെ മോക്ക് ഡ്രില്ലുകൾ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ഈ സാഹചര്യങ്ങളെ നേരിടണം എന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ അവബോധം നൽകുന്നതിന്റെ കാഴ്ചകളും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ മോക്ക് ഡ്രില്ലാണ് കേരളത്തിൽ ഈ രീതിയിൽ നടക്കാൻ പോകുന്നത്. തീരദേശ പ്രദേശം എന്ന നിലയിലുള്ളതാണ്. നമ്മൾ ഇതിനു മുൻപ് പലതരത്തിലുള്ള ദുരന്ത സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള മോക്ക് ഡ്രില്ലുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് നടക്കുക? ഏത് സമയമാണ് ഇത് നടക്കുക? ഏതൊക്കെ തരത്തിൽ ആണ് ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത്? പ്രധാനമായും ഇത് സൈറണുകൾ മുഴങ്ങുന്നതിനനുസരിച്ച് ഉള്ള നടപടികൾ എങ്ങനെ ക്രമപ്പെടുത്താം എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശീലനമാണ് നടക്കുക. പിന്നീട് പല കേന്ദ്രങ്ങളിലും ഒരാൾക്ക് അപകടമുണ്ടായാൽ അല്ലെങ്കിൽ സ്ഫോടനമുണ്ടായാൽ തുടങ്ങി എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഡൽഹി പോലുള്ള രാജ്യ തലസ്ഥാനങ്ങളിൽ പലയിടത്തും ഈ എമർജൻസി ബ്ലാക്ക് ഔട്ട് സിറ്റുവേഷൻസ് സംബന്ധിച്ചുള്ള മോക്ക് ഡ്രിൽ പരിശീലനങ്ങളുണ്ടാകും. അതായത് പെട്ടെന്ന് ഈ വിമാനങ്ങളിൽ നിന്ന് വ്യോമാക്രമണം ഉണ്ടായാൽ
അത് തീർച്ചയായും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശത്തായിരിക്കും. രാത്രി കാലങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ലൈറ്റും മറ്റു കാര്യങ്ങളും നോക്കിയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഓഫ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള പരിശീലനങ്ങൾ ആണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് വരിക. അതിൻ്റെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ തടയാം, പെട്ടെന്ന് ആളുകളെ എങ്ങനെ മാറ്റാം, എങ്ങനെ സുരക്ഷിതരായ താവളങ്ങളിലേക്ക് നീങ്ങാം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു വലിയ ചിത്രം രാജ്യത്തിൻ്റെ പല ഭാഗത്ത് കണ്ടു. തുടക്കം തന്നെ ഈ പ്രശ്നമുണ്ടായ ഘട്ടത്തിൽ തന്നെ അതിർത്തിയിൽ ഈ വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ചില സജ്ജീകരണം നടത്തിയിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫോഴ്സിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിരുന്നു. ബങ്കറുകൾ ആദ്യം തുടച്ച് വൃത്തിയാക്കി ആളുകൾ അങ്ങോട്ടേക്ക് ഏത് നിമിഷവും മാറാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിലെ പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ ഈ 5 ജില്ലകളാണ് സുപ്രധാനമായി ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരം ഭീഷണി നേരിടുന്നത്. അവിടെയെല്ലാം കുട്ടികൾക്ക് പെട്ടെന്ന് സ്ഫോടനമോ അതുപോലുള്ള ആക്രമണമോ ഉണ്ടായാൽ എങ്ങനെ രക്ഷാകവചം ഒരുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി വലിയ പ്ലാന്റുകൾ, ഇൻസ്റ്റലേഷനുകൾ, രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, ഇതൊക്കെ എങ്ങനെ ക്യാമഫ്ലൈജ് ചെയ്ത് മാറ്റാം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു പരിശീലനം, അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ വരും. ഇത് ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ അതിന്റെ കാര്യക്ഷമത എത്രമാത്രം എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. അതിനുശേഷം ഏതെങ്കിലും സംവിധാനങ്ങളിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്തുക എന്നതുകൂടി ലക്ഷ്യമാണ്. 1971 മോക്ക് ഡ്രില്ലിന് ശേഷം അതേ വർഷം തന്നെ ഒരു യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു യുദ്ധത്തിലേക്കുള്ള പോക്കാണോ എന്ന തരത്തിലൊക്കെയുള്ള അനുമാനങ്ങൾ നിലനിൽക്കുന്നു. വിശദമായ വിവരങ്ങളാണ് എന്താണ് മോക്ക് ഡ്രിൽ, എന്താണ് ഈ രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്നത് സംബന്ധിച്ച് മനു ഭരത് നൽകിയത്.